എല്ലാവരും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രൗസേഴ്സ് കണ്ടിട്ടുണ്ടല്ലേ? നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ക്രോം, ഫയർഫോക്സ് ഇങ്ങനെയുള്ള ഒരുപാട് ബ്രൗസേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫുള്ളി AI ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രൗസർ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ബ്രൗസർ ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പെർപ്ലെക്സിറ്റിയാണ് അങ്ങനെ ഒരു AI ബേസ്ഡ് ബ്രൗസർ ലോഞ്ച് ചെയ്തത്. കൊമറ്റ് എന്നാണ് അതിൻ്റെ പേര്. നമുക്കങ്ങനെ ആ ബ്രൗസർ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നേരെ ബ്രൗസറിൽ പോയിട്ട് കൊമറ്റ് ഡൗൺലോഡ് ചെയ്യണം. കൊമറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പെർപ്ലെക്സിറ്റി കൊമറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ഇത് വരുന്നുണ്ട് കൊമറ്റ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട്, എ പേഴ്സണൽ AI അസിസ്റ്റൻ്റ് എന്ന്. ജസ്റ്റ് അതിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പം മാക്കിനും നമ്മുടെ വിൻഡോസിലും അവൈലബിൾ ആണ്. നമ്മൾ ഈ ഡൗൺലോഡ് കൊമറ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡിങ് സ്റ്റാർട്ടാവും. ഡൗൺലോഡായി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നല്ല പ്ലാനറ്റിനെ ഡിനോട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു തീമൊക്കെ നല്ല രസമാണ്, ഒരു സൗണ്ട് എഫക്റ്റൊക്കെ ഉണ്ടാവും. സിംപ്ലി നെക്സ്റ്റ് ഒക്കെ അടിച്ച് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുക. അതെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി അതിനെ കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് കോമറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഇങ്ങനെയായിരിക്കും ബ്രൗസറിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഹോം UI വരുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് വന്നിട്ട് ഏകദേശം സെയിം ആണ്. പെർപ്ലെക്സിറ്റിയുടെ പ്ലാറ്റ്ഫോം പോലെ തന്നെയാണ് ഇതിൻ്റെ സെർച്ച് ഇൻപുട്ടൊക്കെ വരുന്നത്. അതുപോലെ ഈ ബട്ടൺസൊക്കെ സെയിം ആണ്. അവരതുപോലെ തന്നെ ഇവിടെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറേ വിഡ്ജറ്റ് ഏരിയകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ക്ലോക്ക് വരുന്നുണ്ട്, പിന്നെ ട്രൈ അസിസ്റ്റൻ്റ് ഇൻ ആക്ഷൻ, പിന്നെ ഇങ്ങനെ ഒരു സ്റ്റോക്സിൻ്റെ അത് അങ്ങനെയുള്ള കുറച്ച് UIs, ഇവിടെ വെതറിൻ്റെത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ബുക്ക് മാർക്ക് ചെയ്യുന്നതും ആയിട്ടുള്ള ഇത് ചെറുതായിട്ടൊരു ടാബ് പോലെ താഴെ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു UI ആണ് ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ പെർപ്ലെക്സിറ്റിയുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ ഇപ്പം എയർടെൽ യൂസേഴ്സിന് വളരെ സിംപ്ലി കിട്ടും. എയർടെലിൻ്റെ 200 മുകളിലുള്ള റീചാർജുകൾക്ക് ഇപ്പം കോമൺലി റീചാർജിനോടൊപ്പം തന്നെ 12 മാസത്തെ സബ്സ്ക്രിപ്ഷനും കൂടെ പെർപ്ലെക്സിറ്റിയുടേത് നമുക്ക് ഓഫറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രൗസറിനെ ഇൻഡെപ്ത് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ്. ഇതിൻ്റെ മെയിൻ കുറേ കോർ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ട് അസിസ്റ്റൻ്റ് എന്നുള്ളതാണ്. ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുവരും, നോർമൽ ഒരു ചാറ്റ് GPT ഒക്കെ കാണുന്ന പോലുള്ള ഒരു UI ഒക്കെ ആയിരിക്കും ഇവിടെ കാണുന്നത്. അതായത് നമുക്ക് ഒരുപാട് കാര്യം ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യം നമുക്കൊരു ആമസോണിൽ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം പ്രൊഡക്റ്റൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്കതിനകത്ത് ബ്രൗസറിനകത്ത് കയറുന്നു, എന്നിട്ട് അതിനകത്ത് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ടു കാർട്ട് ആക്കുന്നു, പ്ലേസ് ചെയ്യുന്നു അല്ലേ. പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒന്ന് സംസാരിച്ച് കൊണ്ട് തന്നെ നമുക്കിതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വോയിസ് മോഡ് എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. ഈ അസിസ്റ്റൻറ്റിന് തൊട്ടടുത്ത് കാണുന്നതാണ് വോയിസ് മോഡ്. ഈ വോയിസ് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് മോഡ് ആക്ടിവേറ്റ് ആവും. നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസ്. ഇനി നോർമൽ അസിസ്റ്റൻ്റ് ആണ് വേണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോർമൽ ഒരു ചാറ്റ് ആയിട്ടുള്ള ഒരു UI ആയിരിക്കും വരുന്നത്. ഇവിടെ ഈ മൈക്കിൻ്റെ ഒരു ഐക്കണിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവും, ഓൺ ആവും. എന്നിട്ട് നമ്മൾ പറയുന്ന കമാൻഡിനനുസരിച്ച് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഈ ഡിക്റ്റേഷൻ എന്ന് പറയുന്ന മൈക്ക് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഗോ ടു amazon.in ആൻഡ് സെർച്ച് iPhone 15 128GB വേരിയൻറ്റ്, എനി കളർ ഈസ് ഓക്കെ, ദെൻ ആഡ് ടു കാർട്ട്. ഓക്കെ, ഇത്രയും കമാൻഡുകൾ മാത്രം കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ക്ലിക്കെല്ലാം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് പെർപ്ലെക്സിറ്റിയുടെ. ഓക്കെ, കറക്റ്റായിട്ടുള്ള ആ iPhone 15 128GB വേരിയൻറ്റ് സെർച്ച് ചെയ്യുവാണ്. സെർച്ച് ചെയ്ത് അത് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, അത് ഫൈൻഡ് ചെയ്തു. അത് ആഡ് ടു കാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഈ അസിസ്റ്റൻ്റ് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ അതേ മോഡൽ തന്നെ പിക്ക് ചെയ്ത് ആഡ് ടു കാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഞാൻ ജസ്റ്റ് എക്സാമ്പിളാണ് amazon.in കാണിച്ചത്. നമുക്ക് മറ്റ് പല പ്ലാറ്റ്ഫോമിലും ഇതേ സെയിം സിനോറി തന്നെ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ ഡിക്റ്റേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഗോ ടു flipkart.com ആൻഡ് സെർച്ച് Digi Osmo Pocket and Sports Action Camera. Then add to cart.
ഓക്കെ, ഞാൻ പറഞ്ഞതിൽ മലയാളമൊക്കെ മിക്സ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്, പക്ഷേ കുഴപ്പമില്ല, നമുക്കതൊന്നൊരു പ്രശ്നമല്ല. നമുക്ക് അങ്ങ് പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കലി അവരത് കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്തോളും. ഇപ്പോഴത്തെ പ്രോസസ്സ് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുകയാണ്. ലോഗിൻ അല്ല എന്ന് മനസ്സിലായി, പിന്നെയും ലോഗിൻ ട്രൈ ചെയ്യുന്നുണ്ട്, അത് പിന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ദെൻ പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് ഒന്ന് റീഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, കറക്റ്റ് ഓസ്മോ പോക്കറ്റ് 3 എന്ന് പറയുന്ന ഒരു മോഡൽ അവർ സെലക്ട് ചെയ്തു. ഗോയിങ് ടു കാർട്ട്, ഓക്കെ, ആഡ് ടു കാർട്ട് ചെയ്തു. വിത്തിൻ സെക്കൻഡ്സ് തന്നെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഓട്ടോമേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തുകൊണ്ടും നമുക്കിനി ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ വേറെയും ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് ഈ AI പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. ഒരുപാട് AI ഫീച്ചേഴ്സ് നമുക്ക് പെർപ്ലക്സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. തൽക്കാലം ഞാൻ ഇത് ക്ലോസ് ചെയ്യുവാണ്. ഇതൊരു ക്രോമിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രൗസറാണ്, ക്രോമിയം ബേസ്ഡ് ബ്രൗസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്രോമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യും പോലെ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്തും അവൈലബിൾ ആണ്. സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്രോമിൻ്റെ സിമിലർ ആയിട്ടുള്ള UI നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് AI അസിസ്റ്റൻറ്റ് വെച്ചിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോ നമുക്ക് അതിനകത്തുള്ള ഡീറ്റെയിലിംഗ് എങ്ങനെ നമുക്ക് വായിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഞാൻ പിന്നെയും AI അസിസ്റ്റൻ്റ് എന്ന് എടുത്തിട്ടുണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ദെൻ നമുക്ക് യൂട്യൂബിൽ പോവാം. നമുക്കിപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഇപ്പം ഗൂഗിളിൻ്റെ അസിസ്റ്റൻറ്റും അല്ലെങ്കിൽ ഐഫോണിലാണെങ്കിൽ സിറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലുള്ള ഫീച്ചർ നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാം. അതായത് വോയിസ് കമാൻഡ് യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. അതായത് ഇപ്പോൾ ജസ്റ്റ് ഡിക്റ്റേഷൻ അല്ലെങ്കിൽ വോയിസ് മോഡ് ഏത് വേണോ നമുക്ക് യൂസ് ചെയ്യും. ഇത് ആണെങ്കിൽ വോയിസ് മോഡാണ്, ഇത് ഡിക്റ്റേഷനാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ യൂട്യൂബ്. ജസ്റ്റ് ഓപ്പൺ യൂട്യൂബ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വരും. യൂട്യൂബിനകത്ത് എന്ത് ചെയ്യാം, ടെക് എവല്യൂഷൻ ഓൾഡ് വീഡിയോ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. അതിനകത്ത് ഒരു കുറച്ച് ഓൾഡറായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് അതിൻ്റെ കോപ്പി വീഡിയോ URL എടുക്കാം. ദെൻ നമുക്ക് നമ്മുടെ അസിസ്റ്റൻറ്റിനകത്ത് വന്നതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ഇങ്ങോട്ട് വരണമെന്നില്ല, അവിടെ വച്ച് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അസിസ്റ്റൻറ്റിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് സമ്മറൈസ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ. ഇത് യൂട്യൂബ് ഉടനെ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ബീറ്റയായിട്ട് അവർ റൺ ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഈ സമ്മറൈസ്, ഓരോ വീഡിയോയും സമ്മറൈസ് ചെയ്യാന്നുള്ളത്. ആണെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ച് സമ്മറൈസ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് പറയാം. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്, സമ്മറൈസിങ് ദ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അതിലെ കീ പോയിൻറ്റ്സ് ഒക്കെ പറയുവാണ്. ഓക്കെ, ഹിയർ ആർ ദ കീ ടേക്ക് അവേസ് ഫ്രോം ദ യൂട്യൂബ് വീഡിയോ ദ എവല്യൂഷൻ ഓഫ് ടെക്നോളജി. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്കായിട്ടുള്ള ഒരു വീഡിയോയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയണം പോയിൻറ്റ്സ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സമ്മറൈസ് ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് ഈ വീഡിയോയ്ക്കകത്ത് നമുക്കൊരു പർട്ടിക്കുലർ സെക്ഷനിലെ കാര്യം മാത്രം അറിയാനാണെങ്കിൽ അത് നമുക്ക് ചോദ്യമായിട്ട് ചോദിച്ചാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് തരും. തന്നെ നമ്മൾ വൺ ക്ലിക്കിൽ സമ്മറൈസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഒരുപാട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ആ എൻ്റയർ വീഡിയോയുടെ സമ്മറൈസേഷൻ കിട്ടിയില്ലേ. ഇതുപോലെ തന്നെ നമുക്ക് ഫയൽ അപ്ലോഡിലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇപ്പം ഒരു ന്യൂ അസിസ്റ്റൻറ്റ് ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്ത് ഈ ഒരു അറ്റാച്ച് ഫയൽ എന്ന് പറയുന്ന ഈ ഐക്കണിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫയലിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തന്നെ ആ ഒരു PDF ഫയൽ, ഇപ്പോൾ ഞാനൊരു ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു PDF ആണ് അപ്ലോഡ് ചെയ്തത്. അത് ജസ്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് അത് വെച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇൻവെൻറ്റഡ് ബൈ എന്നൊക്കെ പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ വരുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ അറ്റാച്ച്മെൻറ്റ് ഫയലിനനുസരിച്ച് അത് സമ്മറൈസ് ചെയ്ത് ആ ഫയലിലുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് അത് ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കറക്റ്റാണ്. നമ്മുടെ ആ ഡോക്യുമെൻ്റ് പ്രകാരം അതിനകത്ത് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വാസ് ഇൻവെൻറ്റഡ് ബൈ ബ്ലൈസി പാസ്കൽ ഇൻ 1642 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെയാണോ വരുന്നതെന്ന്. നമുക്ക് ആദ്യം ആ PDF ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതേ കിടപ്പുണ്ട് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ. ദ ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വാസ് ഇൻവെൻറ്റഡ് ബൈ 1642 ബൈ ബ്ലൈസി പാസ്കൽ. അപ്പോൾ ഇതിൽ ഒരുപാട് ഇയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഏത് ഇയർ വെച്ചിട്ട് നമ്മൾ ചോദിച്ചാലും 1624 എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അല്ലെങ്കിൽ ഇതേ ഇവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻ വിച്ച് ഇയർ
1624 കറക്റ്റായിട്ട് തന്നെ പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള സമ്മറൈസേഷൻസ് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് ഇട്ടുകൊണ്ടോ ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ടുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രൗസർ ഒരുപാട് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ആണെങ്കിലും നമുക്ക് ഡേ ബൈ ഡേ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ പർട്ടിക്കുലർ ഒരു കാര്യം നമ്മൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഇത് പറ്റും. ഇനിയുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫുള്ളി എല്ലാം എന്താണ് ഒരു വോയിസ് മോഡ് ടച്ചിലേക്ക് വരുവാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ച് നമുക്ക് റെസ്പോൺസ് തരുന്ന രീതിയിൽ മൊത്തം ഓട്ടോമാറ്റീവാണ്. നമ്മൾ ഒരു തരത്തിലുള്ള ക്ലിക്കും ആക്ഷൻസും ഒന്നും കൊടുക്കാണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുവാണ്, ആക്ഷൻസ് സംഭവിക്കുന്ന ഒരു ഫീച്ചറാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് പ്ലാറ്റ്ഫോമിലെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതും കൂടെയാണ് എനിക്കും തോന്നുന്നത്, എനിക്ക് കൊമറ്റായിട്ട് തോന്നുന്നു. കൊമറ്റിൽ ഒരുപാട് ഇതേപോലുള്ള വോയിസ് മോഡിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് മാത്രം ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പം ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലുള്ള അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.